ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കൊച്ചി വൈറ്റിലയിൽ പുലർച്ചെ യുവതിക്ക് അതിക്രൂരമായ മർദ്ദനം. 4 പേർ ചേർന്ന് യുവതിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ AM ന്യൂസ് നെറ്റ്വർക്കിൽ ലഭിച്ചു. മർദ്ദിച്ചത് ആരെന്നോ മർദ്ദനമേറ്റത് ആർക്കെന്നോ ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നിസ്സംഗത പാലിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കൊച്ചി വൈറ്റിലയിൽ പുലർച്ചെ യുവതിക്ക് അതിക്രൂര മർദ്ദനം. 4 പേർ ചേർന്ന് യുവതിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ AM ന്യൂസ് നെറ്റ്വർക്കിന് ലഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ 52-ാം ഡിവിഷനിൽ വൈറ്റില ജനതാ ഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിലും പൊതു റോഡിലും വെച്ച് യുവതിയെ 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് AM ന്യൂസ് നെറ്റ്വർക്കിന് ലഭിച്ചത്. മർദ്ദനമേറ്റ യുവതി ഉച്ചത്തിൽ കരയുന്നതും യുവാക്കളെന്ന് തോന്നിക്കുന്ന 4 പേർ ചേർന്ന് യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുമാണ് AM ന്യൂസിന് ലഭിച്ചത്. മർദ്ദനമേറ്റ യുവതി ആരെന്നോ മർദ്ദിച്ചത് ആരെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നിസ്സംഗ മനോഭാവമാണ് പോലീസ് കാണിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും പറയുന്നത്. മരട് പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ പ്രദേശം. വിഷയം അറിയുന്നത് രാവിലെ ഞാൻ വൈസ് നടത്തുന്ന ബിരിയാണി ചലഞ്ചിലേക്ക് വരുമ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഞാൻ ആ ബിരിയാണി ചലഞ്ച് നടത്തുന്ന നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് ഈ സംഭവം നടന്ന ഈ പറമ്പിൻ്റെ ആ കുട്ടിയെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആ വിഷയത്തിനകത്തുണ്ട്. ആ വിഷയത്തിൽ നടക്കുന്ന ആ അടിക്കുന്ന പറമ്പിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വീട്ടിലുള്ളവരാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, ബൈജു ഇവിടെ ഒരു പ്രശ്നം ഇന്ന് വെളുപ്പിനെ 4:30 മണിക്ക് നടന്നിട്ടുണ്ട്. അതൊന്നും ബൈജു ആ CCTVയിലൂടെ ഒന്ന് നോക്കണം, വെളുപ്പിനെ 4:30 മണിക്കാണ്, വളരെ കറക്റ്റ് സമയമാണെന്ന് പറഞ്ഞു. ഞാൻ ആ വെളുപ്പിനെ ആ 4:30 മണിക്ക് ഞാൻ ആ CCTV എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ CCTV നമ്മുടെ സുഹൃത്തിനെ വിളിച്ചു, നമ്മുടെ സുഹൃത്തായ മണിക്കൂട്ടിനെ വിളിച്ചിട്ട് ആ CCTV ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വെളുപ്പിന് 4:30 മണിക്കത്ത് ആ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഒരു കുട്ടിയെ വളരെ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതേപോലെ വൃത്തികെട്ട രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ ഒരു 3-4 പേര് കൂടി മർദ്ദിക്കുന്നത്. ആ വിഷയത്തിലൂടെ നമുക്ക് കാണാം. ആ വണ്ടി ആദ്യം ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു, അതിലൂടെ ഒരു 2-3 ചെറുപ്പക്കാർ വരുന്നു. ആരെങ്കിലും പോലീസിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? പോലീസിനെ വിളിച്ചത് എന്നുള്ളത് ഈ പുറയിൽ നമ്മുടെ നമ്മൾ ഈ നടക്കുന്ന ഇന്ന് നമ്മൾ ഈ വിഷയത്തിലൂടെ നമ്മൾ കണ്ട ആ പറമ്പിൻ്റെ തൊട്ട് പുറയിലുള്ള ആ വീട്ടുകാരാണ് പോലീസിനെ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. യുവാക്കളെയും യുവതികളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരെയൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അവരിവിടെയുള്ളതൊന്നും അല്ലെന്നാണ് നമ്മളുടെ വിശ്വാസം. കാരണം എങ്ങനെയോ അവർ വന്നതെന്നറിയില്ല. ഈ തൊട്ടടുത്തുള്ള വല്ല ഹോസ്റ്റലിൽ താമസിക്കുന്നതോ മറ്റെന്തെങ്കിലും, ഇവിടെ നിരവധിയായ ഹോസ്റ്റലുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പം ഇനി അവരൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് കേസെടുത്ത് അന്വേഷിച്ച് ഇതിന്റെ നിജസ്ഥിതി കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഇത് ഭയാനകരമാണ്. ഇത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടി കണ്ടത്. ഒരു കുട്ടിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്, അതും വെളുപ്പിനെ 4:30 മണിക്ക്. റിജോ ജേക്കബ്, AM ന്യൂസ് നെറ്റ്വർക്ക്, കൊച്ചി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.